നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്ഥിരതയും ഉത്തരവാദിത്ത ബോധവുമൊക്കെ നിറഞ്ഞതാണെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു സ്പീഡില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നാം. വലിയ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉടനെ ഒരു ഫലം കണ്ടില്ലെന്നും വരാം. പക്ഷേ നിങ്ങളുടെ ശ്രമങ്ങൾ നിർത്താതെ ക്ഷമയോടെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ കഴിവിനെ മെച്ചപ്പെടുത്തുക. തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വേഗത്തിൽ ഫലം കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശ്രമങ്ങളും ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയാണെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം, ശക്തി ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെ ബലമായിട്ട് നേരിടുന്നതിന് പകരം ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, മനസ്സിൽ സമാധാനവും ശാന്തതയും നിലനിർത്തിയാൽ ഏത് വലിയ പ്രശ്നത്തെയും എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഒരുപക്ഷെ ഈ ഒരു സമയം ചില വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ക്ഷമയില്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്നതിന് പകരം ക്ഷമയോടെ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ക്ഷമയും ശാന്തതയും ആത്മവിശ്വാസവും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തെയും എളുപ്പത്തിൽ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ ഈ ഒരു സമയം മറ്റു വ്യക്തികൾ മൂലം ചില മാനസിക സംഘർഷം നേരിടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ഇപ്പോൾ നിങ്ങളുമായിട്ട് മത്സരിക്കുന്നുണ്ടായിരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മൂലം വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. എല്ലായിടത്തും ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. മുമ്പ് പറഞ്ഞതുപോലെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ശാന്തതയും ക്ഷമയും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ വിജയവും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പലർക്കും ഈ ഒരു സമയം ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷമുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പര സ്നേഹം ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് സ്ഥിരത നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം അറിവും പ്രായോഗിക ബുദ്ധിയും ഒക്കെയുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളിലെ അറിവ് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിലെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് പലരും നീങ്ങുന്നുണ്ട്. അതിലൂടെ മറ്റുള്ളവരുടെ ബഹുമാനവും വിശ്വാസവുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പുതിയ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി തിരികെ വരുന്നതുമാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കരികിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി വളരെയധികം പക്വതയുള്ള ഗൗരവമുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു ആശ്രയമായിരിക്കും അവർ.
ഉത്തരവാദിത്തമുള്ള ഒരു ആളായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ അവിടെ പരസ്പര ബഹുമാനം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ആ ഒരു ബന്ധം സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം പലരുടെയും ഉള്ളിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് എന്ത് കാര്യം ചെയ്യണമെന്ന് തോന്നിയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എന്തെങ്കിലും അവസരങ്ങൾ വന്നാലും അവിടെ എനിക്കതിന് സാധിക്കുമോ എന്നുള്ള ഒരു സംശയവും ഭയവും നിങ്ങളെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഒന്നിനും കഴിയാതെ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കുടുക്കിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും അനാവശ്യമായിട്ടുള്ള ചിന്തകളിലും ഭയത്തിലും സംശയത്തിലുമൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി തന്നെയാണ് വീണ്ടും കാണുന്നത്. എന്നാൽ അതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലാണെന്നും നിങ്ങൾ ഭയക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ആരുടെയെങ്കിലും യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മനഃപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതുമാവാം. അപ്പോൾ അത്തരത്തിൽ ചില സത്യങ്ങൾ മറനീങ്ങി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.